ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നല്ല കിടിലൻ ഒരു നാരങ്ങ അച്ചാറാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇന്നിപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ കൊണ്ടാണ് നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 10 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുനാരങ്ങയാണ്. പിന്നെ അതിലേക്ക് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. വെളുത്തുള്ളി ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ചില ആളുകൾക്കൊന്നും വെളുത്തുള്ളി ഇഷ്ടമുണ്ടാവില്ല. ഓക്കെ. പിന്നെ അതിന് നമ്മൾ കടുക്, ജീരകം, ഉലുവ, പിന്നെ മുളക് പൊടി, അതായത് ഒന്ന് കാശ്മീരി മുളക് പൊടിയാണ്, ഒന്ന് നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 2.5 സ്പൂൺ എടുത്തോളൂ. പിന്നെ അതേപോലെ തന്നെ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ. ആ സ്പൂണ് ഈ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവയുടെ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, അതേപോലെ തന്നെ കായം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ എത്രത്തോളം ഒഴിക്കുന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് അച്ചാറിൻ്റെ ടേസ്റ്റ്. നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഓക്കെ. ഇനി അതിലേക്ക് ഞാൻ കടുക്, ഉലുവ, ജീരകം ഇടാണ്. അത് നന്നായിട്ട് പൊട്ടി വരട്ടെ. നമുക്ക് കടുക്, ഉലുവ, ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒന്നിച്ച് കൊട്ടുന്നത് കേട്ടോ. ജീരകം, ഉലുവ, അതേപോലെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഈ പാനിലേക്ക് തട്ടണം. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എല്ലാ സാധനങ്ങളും കാണിച്ച് അച്ചാറുണ്ടാക്കാറുള്ളത്, പക്ഷേ ഉപ്പ് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഉപ്പല്ലേ പ്രധാനം. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഈ നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് നോക്കൂ. വെളുത്തുള്ളി, കടുക്, ഉലുവ, ജീരകം, കറിവേപ്പില, ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് പൊടി, 2 മുളക് പൊടിയുണ്ട്. അത് കാശ്മീരി മുളക് പൊടിയുണ്ട്, എരിവുള്ള മുളക് പൊടിയുണ്ട്. നാരങ്ങ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓരോ നമ്മുടെ നാരങ്ങയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അളവ്. പിന്നെ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഉലുവാപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ. നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇതിൻ്റെ കളറ്, ആ റെഡ് കളറൊക്കെ കൂടി അങ്ങ് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഞാൻ ഓഫാക്കിയതിന് ശേഷം ഞാനിതാ നാരങ്ങ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ നാരങ്ങയുടെ അച്ചാർ കാണുന്ന സമയത്ത് എല്ലാവർക്കും വായിൽ വെള്ളം വരുന്നുണ്ടാവില്ലേ? നോക്കൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ നാരങ്ങ അച്ചാർ. ഓക്കെ. നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ അവസാനത്തെ മിനുക്കുപണിയാണ്. അതിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു വെള്ള പൊടികൾ അതിൽ കാണുന്നുണ്ട്. അത് കായമിട്ടതാണ്. മാത്രമല്ല, ഈ നാരങ്ങ അച്ചാറിന് പുളിയും എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനമായിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി വിതറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാരങ്ങ അച്ചാറിന് മാത്രമേ നമ്മൾ ഈ പഞ്ചസാര ഇടുന്നുള്ളൂ കേട്ടോ. കാരണം നാരങ്ങ വല്ലാതെ പൊടിയാണ്. പക്ഷെ മാങ്ങാച്ചാറിലൊന്നും പഞ്ചസാര ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ഇത് നമ്മൾ തിക്ക് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ലെമൺ പിക്കിൾ തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് നല്ല കുറച്ച് ചോറെടുക്കുക, അതിലറ്റത്തേക്ക് ഈ നാരങ്ങ എടുക്കുക, എന്നിട്ട് കഴിക്കുക. ഓക്കെ. താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.